ജൂൺ 25-ന് 3 രാജ്യസഭാ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന പ്രഖ്യാപനം വന്ന പിന്നാലെ ഇരു മുന്നണികളിലും ചർച്ചകൾ സജീവമാണ്. നിയമസഭയിലെ പ്രാതിനിധ്യം കണക്കാക്കിയാൽ ഒരു സീറ്റ് UDF-ന് ലഭിക്കും. അതിൽ നേരത്തെയുള്ള ധാരണ പ്രകാരം മുസ്ലിം ലീഗ് മത്സരിക്കുമെന്നാണ് കരുതുന്നത്. അതേസമയം LDF-ന് കിട്ടുന്ന 2 സീറ്റിൽ ആര് മത്സരിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം ആവശ്യക്കാർ 4 ഉണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി, എളമരം കരീം എന്നിവരുടെ രാജ്യസഭാ കാലാവധി ജൂലൈ 1-നാണ് അവസാനിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ജൂൺ 25-ന് തിരഞ്ഞെടുപ്പ്. LDF-ന് ഉറപ്പുള്ള 2-ൽ 1 സീറ്റിൽ CPM മത്സരിക്കും. ബാക്കി 1 സീറ്റിൽ CPI, കേരള കോൺഗ്രസ് M, RJD എന്നീ കക്ഷികളാണ് ആവശ്യക്കാർ. UDF വിട്ട് LDF-ലെത്തുമ്പോൾ രാജ്യസഭാ സീറ്റുമായിട്ടാണ് വന്നത് എന്ന വാദമാണ് കേരള കോൺഗ്രസ് M-നുള്ളത്. എന്നാൽ മുന്നണിയിലെ പ്രധാന കക്ഷിയായ തങ്ങളുടെ സീറ്റ് നിലനിർത്തണമെന്ന് CPI ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തവണ രാജ്യസഭാ സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട് RJD-യും രംഗത്തുണ്ട്. ഈ കക്ഷികളെ പിണക്കുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നതാണ് CPM നേരിടുന്ന തലവേദന. കേരള കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് നൽകില്ല എന്നാണ് ഇതുവരെയുള്ള വിവരം. CPI-ക്ക് സീറ്റ് നൽകാനും കേരള കോൺഗ്രസിന് ബദലായി എന്തെങ്കിലും പദവി നൽകാനുമാണ് ചർച്ചകൾ. VS അച്യുതാനന്ദൻ നേരത്തെ വഹിച്ചിരുന്ന ഭരണ പരിഷ്കാര കമ്മീഷൻ പദവി കേരള കോൺഗ്രസിന് നൽകിയേക്കുമെന്നാണ് കേൾക്കുന്നത്. ക്യാബിനറ്റ് പദവിയുള്ള കമ്മീഷനാണിത്. രാജ്യസഭാ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ ജോസ് കെ മാണിക്ക് പ്രത്യേക പദവി ഉണ്ടാകില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഭരണ പരിഷ്കാര കമ്മീഷൻ തിളക്കമുള്ള പദവിയല്ലാത്തതിനാൽ കേരള കോൺഗ്രസ് ഏറ്റെടുക്കുമോയെന്നും വ്യക്തമല്ല. ഈ സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ പരിഗണന നൽകാമെന്ന വാഗ്ദാനം ജോസ് കെ മാണിക്ക് മുൻപാകെ CPM വച്ചേക്കുമെന്നാണ് വിവരം. ജൂൺ 4-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം കൂടി പരിശോധിച്ചാകും സീറ്റ് വിഭജന കാര്യത്തിൽ അന്തിമ തീരുമാനം LDF എടുക്കുക. ജൂൺ 6-നാണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത്. വിശദമായ ചർച്ചകളിലേക്ക് ഇടതുമുന്നണിയിലെ പ്രധാന പാർട്ടികൾ കടന്നുകഴിഞ്ഞു. കേരള കോൺഗ്രസ് സീറ്റ് നേടുമോ അതോ മറ്റു പ്രധാന പദവികളുടെ വാഗ്ദാനത്തിൽ ഒതുങ്ങുമോ, കടുത്ത തീരുമാനമെടുക്കുമോ എന്നെല്ലാം വൈകാതെ അറിയാം. അതേസമയം UDF ക്യാമ്പിൽ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ടു പോകുന്നു എന്നാണ് വിവരം. കിട്ടുന്ന 1 സീറ്റിൽ മുൻധാരണ പ്രകാരം മുസ്ലിം ലീഗ് മത്സരിക്കും. മുസ്ലിം ലീഗിൽ ആര് മത്സരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ഇന്ത്യ മുന്നണിക്ക് വ്യക്തമായ മേൽക്കൈ കേന്ദ്രത്തിൽ ലഭിച്ചാൽ PK കുഞ്ഞാലിക്കുട്ടി രാജ്യസഭയിലേക്ക് മത്സരിക്കുമെന്നും കേന്ദ്രത്തിൽ മന്ത്രിയാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം മറിച്ചായാൽ എന്ത് എന്ന ചോദ്യവും ബാക്കിയാണ്.